ഇന്ന് നമുക്ക് ചെറുപയർ തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അത് ഇന്നലെ ഞാൻ ഒരു 1/2 കിലോ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ഇന്ന് രാവിലെ ഞാൻ അത് കഴുകിയെടുത്താണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കാം. കുറേ കുഴച്ച് വേവിക്കരുത്. ചട്ടി വെച്ച് അതിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 സ്പൂണ് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ അത് 1 സ്പൂണ്, ഏകദേശം 1 സ്പൂൺ. അപ്പോൾ അത് പൊട്ടി വരട്ടെ. അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് ഈ ചെറുപയർ. കൊണ്ട് ദോശ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ചെറുപയർ തോരൻ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതങ്ങനെ കഴിച്ചാൽ ഷുഗർ അങ്ങനെ കയറിപ്പോയില്ല. അപ്പോൾ പലരും ഞാൻ ഡയബറ്റിക് പേഷ്യൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉഴുന്നിന് പകരം ചെറുപയർ കുതിർത്തി കുറച്ച് അരിപ്പൊടി ചേർത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്കിനി 4 വറ്റൽമുളക് പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. 1 സബോള ചെറുതായി അരിഞ്ഞതാണ്. ചുവന്നുള്ളി ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ സബോളയാണ് ഇട്ടാണ് ചെറുതായി അരിഞ്ഞിട്ട്. അതൊന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 സ്പൂണ് വറ്റൽമുളകും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേറെ മുളക് പൊടിയൊന്നും ചേർക്കണ്ട. അപ്പോൾ വറ്റൽമുളകാകുമ്പോൾ ഈ നമ്മുടെ ചെറുപയറിൻ്റെ കളർ അങ്ങനെ ചുമന്നിങ്ങനെയൊന്നും ഇരിക്കില്ല. എരിവുണ്ട് താനും. ഞാനിപ്പോൾ ഇട്ടോണ 2-3 പച്ചമുളക് എന്ന് പറയുന്നത് അത്യാവശ്യം എരിവുള്ളതാണ്. അപ്പോൾ അതും ഇതും കൂടി ആകുമ്പോൾ ശരി. വറ്റൽമുളക് ചതച്ചത് 1 സ്പൂണും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ അതിൻ്റെ പച്ചമണം പോകണ വരെ നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നാളികേരം, 1 അരമുറി നാളികേരം, വലിയ നാളികേരമല്ല കേട്ടോ, ഒരു ചെറിയ നാളികേരമാണ്. അതിൻ്റെ പകുതി നമുക്ക് ചിരകി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചെറുപയർ ഇട്ടതിന് ശേഷം ഇട്ടാലും മതി. ഞാനിത് അതിലിങ്ങനെ കുറേ ഇളക്കുമ്പോഴേ ചെറുപയറിൻ്റെ മണികളൊക്കെ പൊട്ടി ആകെ ഇതായിട്ടിരിക്കും. ഇതൊന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളക്കി കൊടുത്താൽ ഒന്ന് ചെറിയ ഡ്രൈനെസ് ഉണ്ടാവും നാളികേരം വെളിച്ചെണ്ണയിൽ. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇങ്ങനെ മണിയായിട്ട് കിട്ടണം. അല്ലാണ്ട് വെന്തുടച്ച് കഴിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ കിടക്കണം. ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് ഇളക്കി യോജിപ്പിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യാം. എല്ലാവരും താവും വേണം. അതേസമയം സൂക്ഷിച്ച് ഇളക്കിയത് നല്ല മണിയായിട്ട് കിടക്കുന്ന ചെറുപയർ തോരൻ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ആകെ കൂടി ഒരു കട്ടിയായിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാകും. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്വല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. താങ്ക് യു.